ആൾക്കാർ മിക്കവരും ഇവിടെ സിനിമയ്ക്ക് കേരളത്തിൽ ഇമ്പോർട്ടൻസ് കുറവാണ്. ഇവിടെ ആൾക്കാർ പൊളിറ്റിക്സ് ആണ് ഇവിടെ യൂത്തിൽ വെറുതെ എന്റർടൈൻമെന്റ് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ കൂലി പോലെ പറഞ്ഞത് ഇത്രയും തിരക്ക് വരുന്നത്. എന്റർടൈൻമെന്റ് വേണം, പക്ഷെ എന്റർടൈൻമെന്റ് മാത്രമല്ല മെസ്സേജിലൂടെയാണ്. ഇവർക്ക് എന്റർടൈൻമെന്റ് മാത്രമേ മാറിയിരിക്കാം. ഡ്യൂട്ടിക്കേഷൻ സിനിമ എന്റർടൈൻമെന്റ് അല്ല, അവർക്ക് ഗെയിമിങ് വേറെ കാര്യമാണ്. കുറച്ചല്ലേ സിനിമയിൽ ഇല്ലാതാവുന്ന സംശയമുണ്ട്. നാടകം പോലെ പോലെ ഞാൻ കണ്ടിട്ട് എക്സ്പോർട്ട് റിവ്യൂ ആണ്. എനിക്ക് അങ്ങനത്തെ പടം വലിയ താല്പര്യമില്ല. എനിക്ക് അങ്ങനെ മാസ് മസാല പടമല്ലേ. സിനിമ ആണ്, നല്ല സിനിമയായിട്ട് തോന്നി. അങ്ങനെ പറഞ്ഞ നല്ല നല്ല സിനിമകളുണ്ട്. ഇഷ്ടപ്പെട്ടില്ല, കോമഡിയാണ്. ഹ്യൂമർ വളരെ മോശമാണ്. പക്ഷെ രവീന്ദ്രൻ ഡിയോയുടെ കുഴപ്പമില്ല. തെലുങ്ക് പടം ബേസിക്കലാണ്. മോഹൻലാൽ ചെയ്ത ജനതാ ഗാരി ഡിഫറെന്റ് മൂവിയായി, കുറച്ച് നല്ല മൂവിയായി. തെലുങ്ക് മൂവീസിൽ ജനറലി മസാലയാണ്. ഹിറ്റാണ്, ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷെ ആളുകളുടെ ആസ്വാദന നിലവാരം വളരെ താഴ്ന്നിരിക്കുകയാണ്. ഇപ്പൊ ഒരാഴ്ച മുമ്പേ കൂടിയുടെ ടിക്കറ്റ് പോയി ബുക്കായി. പണ്ട് രണ്ടിക്കാട് പടം ഒന്നും കേരളത്തിൽ ഓടില്ലായി. കാരണം ബുദ്ധിപരമായ വ്യായാമം ഇല്ല പറഞ്ഞാൽ രണ്ടിക്കാട് പടം പണ്ട് ഓടില്ലായി. എനിക്ക് മനസ്സിലാണ് അമീർഖാൻ ഫിലിം മേക്കർ എന്തിനാണ് രണ്ടിക്കാന്ത് പൊക്കി പറയാനാണ്. കാരണം രണ്ടിക്കാന്ത് പക്ക നല്ല മനുഷ്യനാണ്, നല്ല നടനുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈസ് ഓൺലി മാസ് ഹീറോ. അങ്ങനത്തെ ഒരാളെ അമീർഖാൻ എന്തിനാണ് ഇത്ര പൊക്കി പറയാനാണ് മനസ്സിലാവുന്നത്. വിജയ് ഒരു സ്റ്റാറാണ്. അയാൾ ചിലപ്പോൾ നടന്ന ആവാം. അങ്ങനത്തെ റോൾസ് ആയി അതും ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യകാലത്ത് ചെയ്തിട്ടുണ്ട് പുള്ളി. ഈ രണ്ടിക്കാണ്ട് നല്ല ആക്ടർ ആയിരുന്നു പണ്ട്. ഇവരെല്ലാം ആദ്യം നല്ല ആക്ടേഴ്സ് ആയി. പിന്നെ സ്റ്റേജ് കഴിയുമ്പോഴാണ് തന്നെയാണ് മോഹൻലാൽ സംഭവിച്ചത്. ഇവിടുത്തെ മലയാളികൾ സംഭവിക്കില്ല. മമ്മൂട്ടി ഇസ് മോർ ആൻ ആക്ടർ ദാൻ സ്റ്റാർ. ഈ രണ്ടും മെയിൻറ്റെയിൻ ചെയ്യണം. മമ്മൂട്ടി മോഹൻലാൽ ചെയ്യുന്ന ബേസിക്കലി ഏറ്റവും അവര് മമ്മൂട്ടി രണ്ട് ചെയ്യണ്ട. മോഹൻലാൽ പണ്ട് ചെയ്യാൻ ഇപ്പൊ ചെയ്യുന്നില്ല, ഇപ്പൊ മാസാണ് കൂടുതൽ. ഇവർ രണ്ടുപേരും രണ്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്. മാസും ക്ലാസ്സും ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷെ ഇപ്പൊ മോഹൻലാൽ മാറ്റം വന്നിട്ടുണ്ട് അനശ്വരന് ശേഷം. ഇപ്പൊ കമലഹാസൻ പറഞ്ഞ പ്യൂർലി ആർട്ടിസ്റ്റിക് ആണ്, രണ്ടിക്കാല് പക്ക മസാലയാണ്. ഈ രണ്ട് കോമ്പിനേഷൻ ആണ് ശരിക്കും ആക്ടർ വരുന്നത്. ഇപ്പൊ നെടുമുടിയുടെ അടുത്ത് ഈ ഓൺലൈൻ ആക്ടർ സ്റ്റാർട്ടും ഇല്ല. ഇത് രണ്ടും ഉള്ളത് മമ്മൂട്ടിക്ക് മോഹൻലാലാണ്. വിജയ് ഓൺലൈൻ സ്റ്റാർ. പുള്ളിക്ക് അങ്ങനത്തെ റോൾസ് ചെയ്യാൻ പറ്റില്ല. കാരണം രജനീകാന്ത് ബാദ്ഷ വരെ നല്ല ഫിലിം ചെയ്ത ആളായിരുന്നു. അത് കഴിഞ്ഞാൽ പുള്ളി ഒരു സൂപ്പർമാനായിട്ട് മാറും. പുള്ളിക്ക് അങ്ങനെ സിനിമ ചെയ്താൽ ഇത് ഓടുള്ളൂ. നല്ല മറ്റേ കഴിവില്ലാത്തതുകൊണ്ടായിരിക്കില്ല, കഴിവുണ്ടാവാം. പക്ഷെ നല്ല സിനിമ ചെയ്യാൻ പറ്റില്ല. നല്ല മാസ്റ്റർ പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. അത് പുള്ളി ഫാൻസ് അക്സെപ്റ്റ് ചെയ്യും. ഇതേ സംഭവം മോഹൻലാൽ സംഭവിച്ചാണ് നരസിംഹന് ശേഷം. ഇവിടുത്തെ മലയാളികൾ സംഭവിച്ചില്ല. രജനീകാന്ത് ഒരുപാട് നല്ല സിനിമ കാണുന്നുണ്ട്. പക്ഷെ പുള്ളി പല സിനിമയും കാണുന്നുണ്ട്. നല്ല ക്ലാസ് പടങ്ങളെല്ലാം കണ്ട അഭിപ്രായം പറയണ്ട. പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ ഫാൻസ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഓഡിയൻസ് സമ്മതിക്കില്ല. പുള്ളിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന മാസ് ഫിലിമാണ്. ഇതന്നെയാണ് വിജയ്ക്ക് സംഭവിച്ചത്. വിജയ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ല. പക്ഷെ വിജയ് സിനിമ വിടാൻ പാടില്ല, രണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായി. പക്ഷേ MGR ആക്ഷൻ ഉണ്ട്, അതായത് രാഷ്ട്രീയ സിനിമ മെയിൻറ്റെയിൻ ചെയ്യണം, രണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായി. ഇപ്പൊ രണ്ടിക്കാണ്ടിക്കാട് ക്രൗഡ് ഉള്ളത് വിജയാണ്. വിജയുടെ താങ്കൾക്ക് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചു തോന്നിയ ഒരു സിനിമ ഏതാണ്? ഞാൻ കണ്ടിരിക്കുന്നത് മിക്ക പുള്ളിയുടെ മാസ് ഫിലിംസ് ആണ്. പഴയ സിനിമകൾ പറഞ്ഞാൽ മതി. പഴയ അധികം ഞാൻ കണ്ടിട്ടില്ല, ആദ്യകാലത്ത് അധികം കണ്ടിട്ടില്ല. ഈ തുള്ളാതമനവും മാസൊക്കെ ഞാൻ കൂടുതൽ കണ്ടിരിക്കണം. മാസ് സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. മാസ് പടങ്ങൾ വലിയ കണ്ടു. തുള്ളാതമനൊന്നും ഇല്ല കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളിയെ കണ്ടിട്ടില്ല. ആദ്യകാലത്തിൽ കുറച്ചെല്ലാം മൂവീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പുള്ളിയുടെ ഓഡിയൻസ് മാറിപ്പോയി. ഇതേ പ്രോഡക്റ്റ് സൂര്യക്ക് പറ്റില്ല. സൂര്യ കുറെ നല്ല ഫിലിംസ് ചെയ്ത ആളായ, പിന്നെ സിംഗിൾ വന്ന് പുള്ളിയുടെ ലെവൽ മാറി. ഇത് രണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. മമ്മൂട്ടി പല ക്ലാസ് പണം ചെയ്തെടുക്കാൻ ടർബോ ചെയ്യണം, മാസിനെ രണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതിപ്പോ മോഹൻലാൽ പോലും പറ്റുന്നില്ല. ഇപ്പൊ സിനിമ ഇപ്പൊ എത്ര മോശം സിനിമയാണെങ്കിൽ പോലും അത് റിവ്യൂ പറഞ്ഞ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോ എത്ര കഷ്ടപ്പെട്ട സിനിമ എടുക്കണെന്ന് ചേട്ടനോട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, ചേട്ടൻ അറിയാം. അപ്പൊ എത്ര മോശം സിനിമയാണെങ്കിൽ പോലും അത് നെഗറ്റീവ് അല്ലെങ്കിൽ അത് കാണരുത് എന്ന് പറയുന്നതിനെ കാണരുത് ഒരിക്കലും പറയരുത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, കാണരുതെന്ന് പറയാം. കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്ത പോലെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാണരുതെന്ന് പറയാൻ പാടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ. ഒരു സിനിമ ഇവാലുവേറ്റ് ചെയ്യുക, ഏത് സിനിമയാണെങ്കിലും അത് പോസിറ്റീവ് നെഗറ്റീവ് പറയാം. അല്ല മോശം സിനിമ നല്ല സിനിമയൊന്നും ഇല്ല. അത് എന്നോട് ഈ ബാഡ് ബോയ്സ് കൂടി ഞാൻ അഭിനയിക്കാൻ നെഗറ്റീവ് കൊടുത്തപ്പോൾ സീരിയബ്രമാണ് എന്നോട് പറഞ്ഞാൽ. ഇപ്പൊ താണ്ഡവം സിനിമ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്.
അപ്പം നല്ല സിനിമ മോശം സിനിമ സംഭവിക്കില്ല, അത് ഓരോരുത്തർ മാറും. അപ്പോൾ സിനിമ മോശം നമ്മൾ പറയുന്ന സിനിമ കണ്ടിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പറയാം, അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു? ഞാൻ പറയുന്നത് ട്രാഫിക്കും പുലിമുരിനും ഇടയ്ക്ക് ഒരുപാട് നല്ല ഔട്ട് ഓഫ് ബോക്സ് ഫിലിംസ് ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മാസ് മൂവീസാണ് കൂടുതലുണ്ടാവും. ഉള്ളൊഴുക്ക് പോലെ ചില നല്ല മൂവീസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല മൂവീസ് കുറവാണ്. ഇപ്പൊ താങ്കൾക്ക് വളരെ മികച്ചതെന്ന് തോന്നിയൊരു സിനിമ, പക്ഷെ അത് കൂടുതൽ ജനശ്രദ്ധ നേടിയില്ല അല്ലെങ്കിൽ വിജയിച്ചില്ല എന്ന് തോന്നിയ സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത് രവീന്ദ്രൻ നീ എവിടെ? രവീന്ദ്രൻ നീ എവിടെ? അതാരായിരുന്നു? അത് അനുമേനോട് അഭിനയിച്ച മറ്റേ നല്ല ഫിലിമായിരുന്നു, പക്ഷെ അത്ര വലിയ ഐഡിയ കിട്ടിയില്ല. ഇതുവരെയുള്ളതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ, നടി, സംവിധായകൻ, ഈ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാൽ തന്നെയാണ്. വേൾഡ് സിനിമയിൽ എടുത്ത് ചെയ്യുന്ന മോഹൻലാലാണ്. പിന്നെ നടി എടുത്ത് ചെയ്യുന്ന എനിക്ക് ഉർവശി മോഹൻലാൽ കഴിഞ്ഞിട്ടൊരു മോഹൻലാൽ കഴിഞ്ഞ് ചെയ്യുന്ന മലയാളം സിനിമയിലാണ് മൊത്തത്തിൽ പറഞ്ഞത് പ്രകാശ് രാജ്. തമിഴില് നല്ല നടനാണ്. പിന്നെ നെടുമുടി വേണം, സ്റ്റാറല്ല. മലയാളത്തിൽ ഇപ്പൊ പുതിയ ആകുമ്പോൾ എല്ലാവരും ഫാസ്റ്റ് വരും, പക്ഷെ ഫാസ്റ്റ് മെത്തേഡ് ആക്ടറാണ്. ഫാറിനെക്കാട്ടി എനിക്ക് ഇഷ്ടം ആസിഫ് അലിയാണ്. ഫേസിനുള്ള എക്സ്പ്രഷൻ വരുന്നുണ്ട്. ഇപ്പൊ തോന്നുന്നു പണ്ടത്തെ വലിയാണ്, പണ്ട് കൊട്ടാരക്കര അങ്ങനെ വലിയ ഭരത് ഗോപി അങ്ങനെ കുറെ ആക്ടേഴ്സ് ഉണ്ടായി. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഉള്ളത് ഫാസ്റ്റ് നല്ല സിനിമ ചെയ്യുന്നു, പക്ഷേ മെത്തേഡ് ആക്ടർ നല്ല സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നു. ഒരു നടി സംവിധാനം പറയുകയാണെങ്കിൽ നടി ഇപ്പൊ എല്ലാവരും ഉർവശി കുറിച്ച് പറയും, പക്ഷെ ഉർവശിക്കാട്ട് റേഞ്ച് മഞ്ജു വാര്യർ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം ഫ്ലോപ്പ് ആവുക. കാരണം അവർ വളരെ രണ്ടാമത് വന്ന് ചെയ്യുന്ന ഫിലിംസ് നല്ലതാണ്, പക്ഷെ എല്ലാം ഫ്ലോപ്പ് ആയി പോകും. കാരണം അവർ ഫൂട്ടേജ് വരെ മൂവിയല്ല, ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണ്. അവർക്ക് ത്രൂ ഔട്ട് കോമഡി ചെയ്തിട്ടില്ല, ചെയ്യുകയാണെങ്കിൽ അവർക്കാണ് ഏറ്റവും റേഞ്ച് ഉള്ളത്. ഇപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയ ഭയങ്കര സ്റ്റാർ ആണ്, നിങ്ങളുടെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളും ഫാമിലിയും എങ്ങനെയാണ് നോക്കി കാണുന്നത്? എൻ്റെ ഫാദറിനെ എനിക്ക് പലരും അനുവദിക്കില്ലായിരുന്നു, ഈസ് ഡിഫറൻറ്റ്. ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാനോ ഗൈഡൻസ് തരാനോ ആരുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ പോവാണ്. സുഹൃത്തുക്കളുണ്ടോ? നല്ല സുഹൃത്തുക്കളുണ്ടോ? സിൻസിയറായിട്ട് സുഹൃത്തുക്കളില്ല, എല്ലാവരും എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനാണ്, ആത്മാർത്ഥമായ ഫ്രണ്ട്സില്ല. അതിപ്പോ ഈവൻ മോഹൻലാൽ എല്ലാവരും ഫ്രണ്ട്സിന് വേണ്ടി ഇരിക്കണം, പക്ഷെ അയാളുടെ ഫ്രണ്ട്സിന് അയാളോട് ഇൻസൈറ്റ് ചെയ്യില്ല. അങ്ങനെ സിൻസിയർ ഫ്രണ്ട്സിന് ബുദ്ധിമുട്ടാണ്. അതിനുമ്പോ ഫ്രണ്ട് അല്ലേ, ഒരു ബ്രദർ പോലെയാ പോലെ ഫ്രണ്ടല്ല. പുള്ളിയുടെ ഫ്രണ്ട്സിനെ പുള്ളി പറ്റിക്കുകയും ചെയ്ത മിക്ക ഫ്രണ്ട്സും അങ്ങനെയാണ്. പൊതുവെ മലയാളികൾ ഫ്രോഡുകളാണ്, അവർക്ക് പണത്തോടെ ആത്മാർത്ഥതയില്ല, നമ്മളെ എക്കണോമിക്കലി ഉപയോഗിക്കാതെ. സിൻസിയർ ഫ്രണ്ട്സ് വളരെ കുറവാണ്. ചെറുപ്പത്തിലുണ്ടായി, ഇപ്പൊ ആരുമില്ല. ചെറുപ്പത്തിലുണ്ടായി, അവരിലൊക്കെ പല സ്ഥലത്തായി. അതുകൊണ്ടാണ് അവര് പുറത്തേക്ക് വിദേശത്തേക്ക് പലയിടത്തേക്കാണ്. ഇപ്പൊ ആരുമില്ല. ഇപ്പൊ ഇത്രയും വൈറലായിട്ട് ഒരാളെ പോലും കിട്ടിയില്ല. എനിക്കിപ്പോ ഫ്രണ്ട്സ് അത്രയില്ല. ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ആരും സിൻസിയർ അല്ല. അവർ സ്നേഹിക്കുന്ന എന്നെയാണ്, എന്റെ പണത്തെയാണ്. എനിക്ക് അങ്ങനെ അല്ലാത്തവരുണ്ടല്ലോ, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് കുറെ. അങ്ങനെ അല്ലാത്തവർ എനിക്കറിയാലോ. ഞാൻ ഇപ്പൊ ഇവരിപ്പോ ചെയ്താന്റെ കേസ് പറയുകയാണെങ്കിലും ചെയ്താൻ ജില്ലനാണ്, പക്ഷെ ഞാൻ ജയിലിലായി പോലും ഒന്നും കണ്ടിട്ടില്ല. എന്റെ വീട്ടിൽ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് വന്നു, ഒരുപാട് പേര് വന്നു കാണുകയും ചെയ്തു. ഫാമിലീസ് ലിബിലി കണ്ടു, മറ്റേ ഷജാദ് കണ്ടു, പല ആൾക്കാർ വന്ന് കണ്ടല്ലോ. നിങ്ങൾ വന്നിട്ടുണ്ടാവാം, പക്ഷെ കണ്ടവരും ഉണ്ട്. അങ്ങനെ ഭയങ്കര നെൽസറായിട്ട് മനസ്സൊന്നുമില്ല. പിന്നെ ചെയ്താൽ അതിനെ കുറച്ച് പബ്ലിക്കായിട്ട് അങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഫ്രണ്ട് അല്ല പുള്ളി, ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പുള്ളി സോഷ്യൽ ക്രിറ്റിക്കാണ്, സെലിബ്രിറ്റി രീതിയിൽ ഞാൻ കാണും. അല്ലാതെ എനിക്കിപ്പോ എല്ലാ കാര്യവും പുള്ളിയെ ഷെയർ അങ്ങനെ ഒരു ഭയങ്കര ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല. സിനിമ റിവ്യൂ ആണ് കൂടുതൽ ചെയ്യുന്നത്, അല്ലാതെ എന്തൊക്കെയാണ് വേറെ ചെയ്യുന്നത്? എന്റെ ഏറ്റവും വലിയ പാഷൻ സിനിമയല്ല, ഫിലോസഫിയാണ്. പക്ഷെ അങ്ങനെയുള്ള എൻവയോൺമെന്റ് കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് എൻവയോൺമെന്റ് ഇവിടെ ഇല്ല. ഇവിടെ നിൽക്കുന്നത് കേരളത്തിൽ ഇപ്പൊ നിൽക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയുടെ കാലം കഴിഞ്ഞ് യൂറോപ്പിൽ ഇറങ്ങുമ്പോൾ പ്ലാൻ ഇതൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ അങ്ങനെ ആയിട്ട് വന്നത്. അല്ലാതെ ബിസിനസിനോടും താല്പര്യമില്ല. എനിക്ക് പണത്തോട് അങ്ങനെ വലിയ ആർത്തിയില്ല. എനിക്ക് പണത്തെക്കാളും ഇഷ്ടം ഫെയിമാണ്. ചിലർക്ക് പോപ്പുലാരിറ്റി ആയിരിക്കും, ചിലർക്ക് പവർ ആയിരിക്കും, ചിലർക്ക് മണി ആയിരിക്കും, ചിലർക്ക് ഫെയിം ആയിരിക്കും. എനിക്ക് ജീവിച്ചു പോകാൻ പണം മതി. എന്റെ താല്പര്യം ഫെയിമാണ്. ഞാൻ ഉദ്ദേശിച്ച ഫെയിമല്ല. എനിക്ക് സാധാരണ എനിക്ക് കാറിനോട് ഗ്രേസ് ഇല്ല, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനോട് ഗ്രേസ് ഇല്ല,
എനിക്ക് അങ്ങനെ വലിയ ഭയങ്കര ആഡംബര ജീവിതം വേണ്ട, ഒരു ബേസിക് ലിവിങ് മതി. അതുകൊണ്ട് എനിക്കുണ്ട്. എനിക്ക് പണത്തെക്കാട്ട് താല്പര്യം ഫെയിമാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഫെയിം ഇതല്ല, ഇന്റലക്ച്വൽ ഫെയിമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി വല്ല പൈസ ആരില്ലാതെ പോകണമെന്നുണ്ട് ആ ഒരു ഏരിയ. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റം വരാനുള്ള ഒരു കൂടുതൽ ചാൻസ് വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആയത് മീഡിയക്കാരാണെന്ന് ഞാൻ പറഞ്ഞ മീഡിയക്കാരെ കുറ്റം പറയാൻ പറ്റില്ല, ആളുകളാണ് മീഡിയക്കാരെ നെഗറ്റീവ് കാണിക്കുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് താങ്കളെ കൊണ്ട് പലതും ചെയ്യിക്കുന്നതും ചെയ്യാൻ അതെന്ന് പറയാൻ പറ്റില്ല. മീഡിയക്ക് കുറച്ച് എത്തിക്സ് കുറവാണ്, റീച്ച് കിട്ടിയാൽ മതി, ഓൺലി റീച്ച് ആൻഡ് മണി. അതുകൊണ്ട് അവർ കുറെ ഇത് ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചത് എന്നെക്കാളും ഉപയോഗിച്ച് പെരേരയാണ്. അതെ, പെരേര പിന്നെ എന്ത് പറഞ്ഞാലും ചെയ്യും. എനിക്ക് താങ്കളും ചില സമയത്ത് കോമാളിത്തം കാണിക്കാൻ അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ചെയ്തിട്ടുണ്ട്, ചെയ്യിപ്പിച്ചിട്ടുണ്ട്, താല്പര്യമില്ലാതെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കോമാളിത്തം കാണിച്ചിട്ടില്ല, അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. പെരേര റെഡിമെയ്ഡായിട്ട് കൊടുക്കുകയാണ്, നമ്മൾ റെഡിമെയ്ഡായിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തത്? അത് നോ പറയാൻ പറ്റാത്തതുകൊണ്ട്. എൻ്റെ വലിയൊരു പ്രശ്നമാണ് ആൾക്കാരോട് നോ പറയാൻ പറ്റാത്തത്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മറ്റേ ഹേർട്ട് ചെയ്യേണ്ട, അവരെ വേദനിപ്പിക്കേണ്ട പറഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അവസാനം നമുക്ക് തന്നെ പണി കിട്ടുക. ഇപ്പൊ നോ പറയാൻ പഠിച്ചോ? അങ്ങനെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല, ഒരു ഹ്യൂമാനിറ്റേറിയൻ സ്റ്റൈലില് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാം. ഇപ്പൊ താങ്കളുടെ ജീവിതത്തില് സ്വാധീനിച്ച ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടോ? പാത്രമാണ് വ്യക്തി. പുസ്തകമാണെങ്കിൽ പുസ്തകം ഒരുപാടുണ്ട്, ഒരു ബുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പുസ്തകങ്ങൾ. എനിക്ക് വായനയുണ്ട്, ചിന്തിക്കാൻ രണ്ടും ഉണ്ട്. ചിന്തയുണ്ട്, വായിച്ചാൽ മാത്രം പോരാ, ചിന്തിക്കുകയും ചെയ്യണം. ഇപ്പൊ സിനിമകളിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ഡിപ്പെൻസ് ഓൺ ഓഡിയൻസ് ആണ്. ഇന്നിപ്പോൾ OTT റിലീസിനുണ്ട് 18 ഈ പിള്ളേരുടെ പടം കാണാൻ പാടില്ല, വയലൻസ് അങ്ങനത്തെ പല കാര്യം. ജയിലർ മൂവി ഇറങ്ങിയപ്പോൾ ചെയ്താൽ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, ജയിലർ അത് വയലൻസാണ്. അതല്ല ഇപ്പം TV-യിലും OTT-യിലും വന്നുകൊണ്ട് പിള്ളേർ കാണാൻ സാധ്യതയുണ്ട്. വയലൻസ് കൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നത്, വയലൻസ് ഇത്ര കാണിക്കുന്ന മനസ്സിലാണ്. വയലൻസ് സെക്സാണ് ഏറ്റവും വിട്ടു പോകണം. ഇപ്പം സെക്ഷന് വേണ്ടി ഇപ്പോൾ സിനിമ കാണേണ്ട ആവശ്യമൊന്നുമില്ല, സ്മാർട്ട് ഫോണിൽ നോക്കി ആർക്ക് കിട്ടുന്ന എന്തെങ്കിലും കാണാം. അത് നെഗറ്റീവാണ്. വയലൻസ് ഇപ്പം മാർക്കോട് സിനിമ ഭയങ്കര വയലൻസ് ആണ്, മാർക്കോട് ആവശ്യത്തിന് വയലൻസ് ചെയ്യും, പരിധിക്ക് പുറത്തില്ല. ഈ വയലൻസ് എന്ത് ഇപ്പം കോക്ക് വരും, വയലൻസ് ഇഷ്ടട്ടിക്കാൻ തോന്നി, വയലൻസ് എന്തെങ്കിലും എൻജോയ് ചെയ്യുന്നു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഒരു സിനിമയുടെ വിജയം എങ്ങനെയാണ് നിങ്ങൾ നിർണ്ണയിക്കുന്നത്? ഇപ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷൻ ആണോ, അത് ആളുകളുടെ ജനപ്രീതിയാണോ? എന്താണ് ശരിക്കും പറഞ്ഞ ഒരു സിനിമയുടെ വിജയം? ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അമേരിക്കയുടെ പോളിസിയറാണ്, പുള്ളിക്ക് രൂപയെല്ലാം നോക്കുന്നത്, സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നത്. ഇവിടെ പല സിനിമയും മോശമായിട്ട് മാർക്കറ്റിങ്ങിന്റെ പേരിൽ മാത്രം ഹിറ്റായി പോകുന്നുണ്ട്. അതായത് സിനിമ ആർക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എല്ലാം കാശ് കിട്ടുവാണ്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഇപ്പൊ ഷാറുഖ് ഖാനെ പണ്ട് അങ്ങനെ കുറെ മൂവീസ് ചെയ്യുന്നുണ്ട്. പല മൂവീസ് ഇനീഷ്യൽ കളക്ഷനും ഫസ്റ്റ് 3 ദിവസത്തെ കളക്ഷനുകൾ വെച്ചാണ് കാശിലാണ്. പടം ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അത് നല്ല ട്രെൻഡല്ല. ഇപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇവരോട് രണ്ടുപേരോട് ഒരുമിച്ച് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഒരേപോലെ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്നെ മനസ്സിലാക്കാൻ നോക്കുക. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ് ഞാൻ. എന്നെ മനസ്സിലാക്കാൻ നോക്കുക. നിങ്ങൾ ആരാട്ടനേക്കാളും സന്തോഷ് വർക്കിയെ മനസ്സിലാക്കാൻ നോക്കുക. അപ്പൊ പിന്നെ ആരാട്ടനാണ് ഞാൻ എന്ന് പറഞ്ഞ് അറിയാവുന്ന പേര് അതാണല്ലോ, സന്തോഷ് വർക്കി അത് മാറ്റി ചിന്തിച്ചൂടെ ഞാൻ ചോദിച്ചത്. ആരാട്ടന്മാരും സന്തോഷ് വർക്കിയാണ് ആഗ്രഹമുണ്ട്. അടുത്ത ഇന്റർവ്യൂസിലൂടെ ഞാനും നെഗറ്റീവ് കുറച്ച് നെഗറ്റീവ് ഞങ്ങളിപ്പോ ത്രൂ ഔട്ട് വേൾഡിൽ മലയാളീസ് മുഴുവൻ അറിയാം. അപ്പൊ അത് ഇനി മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇമേജ് ട്രാൻസ്ഫോർമേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മലയാളികൾ മാറിയവരുണ്ട്, സന്തോഷ് പണ്ഡിറ്റ് മാറി, പൃഥ്വിരാജ് പണ്ട് രാജ്യത്തെ വിളിച്ച ആളെ രാജുവേട്ടനായല്ലോ. അങ്ങനെ മാറ്റം വരും, ടൈം എടുക്കും.